നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബ്രാഹ്മണ വോട്ടുകൾ ലക്ഷ്യമിട്ട് വമ്പൻ പദ്ധതി പ്രഖ്യാപിച്ച് മഹാരാഷ്ട്രയിലെ മഹായുതി സർക്കാർ. സംസ്ഥാനത്തെ ബ്രാഹ്മണ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്കായിട്ട് പരശുറാം ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോർപ്പറേഷനിൽ നിർധനരായ ബ്രാഹ്മണരെ സഹായിക്കാൻ 50 കോടി രൂപയുടെ കോർപ്പസ് ഫണ്ട് ഉണ്ടാകുന്നുണ്ട്. നിലവിൽ ബ്രാഹ്മണ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിന്റെ ക്വാട്ടയിൽ മാത്രമാണ് ഈ സഹായം ലഭിക്കുന്നത്. മറാത്തികൾക്കും ഒബിസികൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമായി സർക്കാർ നടപ്പാക്കുന്ന സാമൂഹിക ഉന്നമനത്തിനുള്ള നടപടികൾക്കാണ് ബ്രാഹ്മണ സമുദായത്തിലെ പിന്നോക്കക്കാർ അവഗണിക്കപ്പെടുന്നു എന്നൊരു വിഭാഗം ആളുകൾ ആശങ്ക അറിയിച്ചിട്ടുള്ളത്. മഹാരാഷ്ട്രയിലെ ബ്രാഹ്മണ സമൂഹത്തിന്റെ സ്ഥിരം പിന്തുണ BJPക്കും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം മുക്ത തിലകിന്റെ മരണത്തെ തുടർന്ന് നടന്ന പൂനെയിലെ കസ്ബ ഉപതെരഞ്ഞെടുപ്പിൽ തിലകന്റെ കുടുംബാംഗങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്രാഹ്മണനോ ടിക്കറ്റ് നൽകാതെ ഹേമന്ത് സേനയ്ക്ക് അവസരം നൽകിയതും വലിയ രീതിയിലുള്ള പ്രശ്നത്തിന് വഴിവെച്ചിരുന്നു. ഇതിൽ ബ്രാഹ്മണ സമൂഹം അതൃപ്തരായിരുന്നു. ഇതിന്റെ ഫലമായി 28 വർഷത്തിന് ശേഷം BJPക്ക് ഈ സീറ്റ് നഷ്ടപ്പെടുകയും കോൺഗ്രസിന്റെ രവീന്ദ്ര ധാക്കേർ വിജയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പരശുറാം ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകരണം സ്വാഗതാർഹമായ നടപടി എന്നാണ് വിലെ പാർലയിൽ നിന്നുള്ള BJP MLA പരാഗ് അൽവാനി പറഞ്ഞിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്ക് സഹായം ലഭിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കണ്ടിവാലി ഈസ്റ്റിൽ നിന്നുള്ള MLA അതുൽ ഫട്കർ അടക്കം ഇത് സ്വാഗതം ചെയ്തിരുന്നു. സ്കോളർഷിപ്പുകളുണ്ട്, പക്ഷേ അത് പര്യാപ്തമല്ല. യോഗ്യരും പാവപ്പെട്ടവരുമായ ബ്രാഹ്മണ വിദ്യാർത്ഥികൾക്കുള്ള ഈ സ്ഥാപനം ഒരു നല്ല നീക്കം തന്നെയാണ്. എല്ലാ സമുദായങ്ങളെയും കുറിച്ച് സർക്കാർ ചിന്തിക്കുന്നു എന്നത് നല്ലതാണെന്നും അതുൽ ഫട്കർ പറഞ്ഞിരുന്നു. എന്നാൽ പദ്ധതി നടത്തിപ്പിൽ സംശയം പ്രകടിപ്പിച്ച് ബ്രാഹ്മണ മഹാസംഘത്തിലെ ആനന്ദ് ദേവെ രംഗത്തെത്തിയിരുന്നു. സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ഉടൻ വരണമെന്നും അത്തരത്തിലുള്ള ഒരു പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സമാനമായ നിരവധി പ്രഖ്യാപനങ്ങൾ നേരത്തെയും നടത്തിയിരുന്നു. സർക്കാർ പ്രഖ്യാപനങ്ങൾ നടത്താത്തതുകൊണ്ട് തന്നെ ഫണ്ട് നൽകുകയും ഉദ്യോഗസ്ഥരെ ഉടൻ നിയമിക്കുകയും വേണമെന്നും അദ്ദേഹവും പറഞ്ഞിരുന്നു. സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയാൽ മാത്രമേ തങ്ങൾ അവരെ വിശ്വസിക്കൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. എല്ലാ സമൂഹത്തിലും ദരിദ്രരായ ആളുകൾ ഉണ്ട് എന്നും അവരെ സഹായിക്കണമെന്നും ദാവെ പറഞ്ഞിരുന്നു. 2014 എല്ലാ ഇന്ത്യക്കാരുടെയും ബാങ്കിൽ നിക്ഷേപിക്കുമെന്നും BJP പറഞ്ഞ 15 ലക്ഷം രൂപ പോലെയുള്ള തിരഞ്ഞെടുപ്പ് തന്ത്രം അല്ല ഇത് എന്നും താൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നുവെന്നും ആനന്ദ് ദേവെ കൂട്ടിച്ചേർത്തു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഹരിയാനയിലും BJPയെ പ്രതിസന്ധിയിലാക്കി നേതാക്കൾ തമ്മിലുള്ള തർക്കവും രൂക്ഷമാവുകയാണ്. 20-ലേറെ നേതാക്കൾ പാർട്ടി വിട്ടതിന് പിന്നാലെ മുഖ്യമന്ത്രി പദം ആവശ്യപ്പെട്ട് മുതിർന്ന നേതാവ് അനിൽ വിജ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. BJPയിലെ മികച്ച മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് സ്വയം പ്രഖ്യാപിച്ചിരുന്ന അനിൽ വിജ് എത്തിയിരുന്നത് മണിക്കൂറുകൾക്കകം തന്നെ അദ്ദേഹത്തിന്റെ ആവശ്യം BJP തള്ളിയിരുന്നു. മുതിർന്ന അംഗം തന്നെ പരസ്യമായി താൻ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് BJP നേതൃത്വത്തെ ഞെട്ടിച്ചിരുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ നയാബ് സിംഗ് സൈനി മുഖ്യമന്ത്രിയുമായി തുടരുമെന്ന് പാർട്ടി ഇതിനോടകം തന്നെ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഈ അംഗത്തിനെതിരെ രംഗത്തെത്തി സംസാരിക്കുന്നത് തെറ്റാണെന്നും പറഞ്ഞിരുന്നു. 6 തവണ MLA ആയിട്ടുള്ള അനിൽ വിജയ് പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന സാമാജികനാണ്. ഇത്തവണ അദ്ദേഹം 7ാം തവണയാണ് മത്സരത്തിനിറങ്ങുന്നത്. ഒക്ടോബർ 5-നാണ് സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിനിടയിലാണ് വലിയ രീതിയിലുള്ള വാഗ്ദാനമായിട്ടും മഹായുതി പാർട്ടി രംഗത്തെത്തുന്നത്.